കാഞ്ഞങ്ങാട് പള്ളിയുടെ മതിൽ ഇടിഞ്ഞു വീണു. ക്രൈസ്റ്റ് CSI പള്ളിയുടെ മതിലാണ് ഇടിഞ്ഞു വീണത്. പക്ഷേ എപ്പോഴും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാവിലെയും വൈകിട്ടും പോകുന്ന സ്ഥലമാണ്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ജീവഹാനി സംഭവിക്കുമായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് ആരും ആ റോഡിൽ ആ പാതയിൽ ഉണ്ടായിരുന്നില്ല. വലിയ ഉയരത്തിലുള്ള ഒരു മതിലാണ്. മതിലെന്ന് പറയാൻ കഴിയില്ല, മതിലിൻ്റെ സമാനമായുള്ള ഒരു നിർമ്മിതിയാണ്. വലിയ ഉയരത്തിൽ മണ്ണിൻ്റെ വലിയ കൂനയുണ്ട്, വലിയ ഭാരമുണ്ട്. വെള്ളം കൂടി ഇറങ്ങുന്നതോടെ, മഴ കൂടി പെയ്യുന്നതോടെ ആ ഭാരം വർദ്ധിക്കുകയും ഇത്തരം അപകടങ്ങൾ സാധാരണ നമ്മൾ കാണുന്നതുമാണ്. പക്ഷേ ഉറപ്പില്ലാത്തൊരു നിർമ്മിതിയായിരുന്നു. സിമൻറ്റിൽ ചില പണികളൊക്കെ ചെയ്തുവെങ്കിലും ആ ഫില്ലറുകൾക്കും ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ്. വലിയ ഉയരമുണ്ട്. രാവിലെയും വൈകിട്ടുമൊക്കെ അതുവഴി എപ്പോഴും കുട്ടികൾ പോകുന്നതാണ്. ഈ അപകടത്തിന് ശേഷം അതുവഴി കുട്ടികൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. സാരംഗ് കൊണ്ട് വിവരങ്ങളുമായി. സാരംഗ്, വലിയ അനാസ്ഥയുണ്ടായി എന്നത് വ്യക്തമാവുകയാണ്. ഭാഗ്യം കൊണ്ട് ആർക്കും അപകടം പറ്റിയില്ല എന്നേ പറയാൻ കഴിയൂ. രതീഷ്, തീർച്ചയായും വലിയ അനാസ്ഥ പള്ളിയുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് ഉണ്ടായി എന്നത് തന്നെയാണ് നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നടക്കം വരുന്ന മറുപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായ പരാതികൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് നോട്ടീസ്, ഈ മതിൽ പൊളിച്ചു മാറ്റി പുതുക്കി ശക്തമായ മതിൽ നിർമ്മിക്കാനുള്ള നോട്ടീസ് അടക്കം നഗരസഭ ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലും അനുകൂലമായൊരു പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി കാണാൻ സാധിക്കുന്നത് മതിലെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ, മതിലിന് സമാനമായ രീതിയിലുള്ള ഒരു നിർമ്മിതി. അതും ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒരല്പം വൈകിയിരുന്നെങ്കിൽ സ്കൂൾ വിട്ട് കുട്ടികളടക്കം ധാരാളമായി സഞ്ചരിക്കുന്ന ഒരു റോഡിലേക്കാണ് ആ ഒരു മതിൽ തകർന്നു വിടുന്നത്. തൊട്ടപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ക്വാർട്ടേഴ്സിന്റെ മതിലടക്കം തകർത്തിരിക്കുന്നു. ഒരു റോഡ് പരിപൂർണമായി മണ്ണിനടിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മിനിറ്റ് മുൻപ് വരെ അതിലൂടെ ഓട്ടോറിക്ഷ അടക്കം സഞ്ചരിച്ചിരുന്നു എന്ന് ദൃക്സാക്ഷികൾ അടക്കം നമ്മളോട് പറയുകയാണ്. തീർച്ചയായും മഴക്കാലമാണ് വരുന്നത്. ഈ രീതിയിൽ അശക്തമായ രീതിയിൽ അല്ലെങ്കിൽ ദുർബലമായ രീതിയിലുള്ള കെട്ടിടങ്ങൾ, സമാനമായ നിർമ്മിതികളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകണമെന്നുള്ള ഒരു വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് കാഞ്ഞങ്ങാട് ഉണ്ടായിട്ടുള്ളത്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഭാഗ്യത്തിനാണ് ആരും അതിനടിയിൽ പെടാതിരുന്നത്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.